നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ആശങ്കകൾക്കും അനിശ്ചിതത്തിനും ഒടുവിൽ മക്കയിൽ നിന്ന് കാണാതായ കണ്ണൂർ കൂത്തുപറമ്പ് ഉള്ളിവീട്ടിൽ റഹീമയെ കണ്ടെത്തി. KMCC നേതാവും സാമൂഹിക പ്രവർത്തകനുമായ മുജീബ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഹറമിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി മകനും മരുമകളുമൊത്ത് ഹറമിൽ ത്വവാഫ് നടത്തിയതിനു ശേഷം ഹോട്ടലിലേക്ക് മടങ്ങും വഴിയാണ് റഹീമ കൂട്ടം തെറ്റിപ്പോയത്. ഹറമിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ഖുദൈ പാർക്കിന് സമീപത്തെ ബസ് സ്റ്റേഷനിൽ നിന്നും തിങ്കളാഴ്ച രാത്രി 11:30ഓടെയാണ് കണ്ടെത്തിയത്. തിരക്കേറിയ ഭാഗത്തെ തിരച്ചിലിനിടെ ബസ് സ്റ്റേഷനിലെ ഒരു കോണിൽ ക്ഷീണിതയെ ഭയപ്പാടോടുകൂടി ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുജീബ് പൂക്കോട്ടൂർ സമീപത്ത് ചെന്ന വിവരം തിരക്കുകയായിരുന്നു. തുടർന്ന് റഹീമ മുജീബിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു കരഞ്ഞു. ഈ സമയം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന മകൻ ഫനിൽ ആസാദ് ഓടി വന്നപ്പോൾ സങ്കടം അണപൊട്ടിയൊഴുകി. സന്തോഷ കണ്ണീരോടെ മകനെ ആശ്ലേഷിച്ച് ചുംബനം നൽകിയ കാഴ്ച അവിടെ കൂടിയ സന്നദ്ധ പ്രവർത്തകർക്കും പ്രവാസി സമൂഹത്തെയും ആശ്വാസം പകർന്നതായിരുന്നു. ആൾത്തിരക്കിൽ നടക്കുന്നതിനിടെ കൂട്ടം തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബസ് സ്റ്റേഷനിൽ ഇരുന്നതെന്ന് റഹീമ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതുവഴി വന്നവർ ജ്യൂസും വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ നൽകിയിരുന്നുവെന്നും മകന്റെയോ മറ്റുള്ളവരുടെയോ ഫോൺ നമ്പറോ താമസിക്കുന്ന ഇടത്തിന്റെ വിലാസമോ കൈവശമില്ലായിരുന്നുവെന്നും റഹീമ പറയുന്നു. തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ചികിത്സ നൽകി. അമ്മയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും മകൻ ഫനിൽ ആസാദ് നന്ദി പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പ് ഉള്ളിവീട്ടിൽ റഹീമയെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് കാണാതായത്. ബഹ്റൈനിൽ നിന്ന് 6 ദിവസം മുൻപാണ് മകനും മരുമകളുമൊത്ത് സ്വകാര്യ ഗ്രൂപ്പിലെത്തിയത്. റഹീമയെ കാണാതായതിനെ തുടർന്ന് പോലീസും പ്രധാന മലയാളി സാമൂഹിക സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ ഇടങ്ങളിലൊക്കെ നേരിയതും അല്ലാതെയുമുള്ള തിരച്ചിലും അന്വേഷണമൊക്കെ നടത്തുകയായിരുന്നു. ഹറമിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രാൻഡ് മസ്ജിദിലെ സേവന വിഭാഗത്തിന്റെ സഹായവും തേടിയിരുന്നു. മക്കയിലും പരിസരങ്ങളിലുമുള്ള ആശുപത്രികളിലൊക്കെ മുജീബ് പൂക്കൂട്ടൂരിന്റെയും വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഊർജിതമായി തിരച്ചിൽ നടത്തി. റംസാൻ അവസാന പത്തിലെത്തിയതോടെ വലിയ തിരക്കാണ് മക്കയിൽ അനുഭവപ്പെടുന്നത്. എങ്കിലും വാർത്താ ഏജൻസികളിലൂടെയും സമൂഹമാധ്യമങ്ങളുടെയും സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും വിവരമറിഞ്ഞ് മലയാളി സമൂഹം ഒത്തൊരുമിച്ചുള്ള തിരച്ചിലാണ് നടത്തിയത്. ഇതിനിടെ റംസാൻ മാസം അവസാന ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് മക്ക ഹറമിലേക്ക് തീർത്ഥാടകർ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് സൗദി അധികൃതരുടെ അഭ്യർത്ഥന. തിരക്കുകളില്ലാത്ത തീർത്ഥാടന സമയത്തിൽ കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം നൽകാനായി ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്ന സൗദിയിലെ എല്ലാ ആഭ്യന്തര തീർത്ഥാടകർക്കും മെനഞ്ചൈറ്റിസ് വാക്സിനേഷൻ നിർബന്ധമാണെന്നും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം. സൗദി അറേബ്യയിലെ സ്വദേശികൾക്കും പ്രവാസികൾക്കും വാക്സിനേഷൻ നിർബന്ധമാണ്. വാക്സിൻ എടുക്കാതെ തീർത്ഥാടകർക്ക് ഹജ്ജ് പാക്കേജുകൾ ലഭ്യമാകില്ലെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷിതമായ ഹജ്ജ് സീസൺ ഉറപ്പാക്കാൻ ഇൻഫ്ലുവൻസ COVID-19 വാക്സിനുകൾ എടുക്കണമെന്നും അധികൃതർ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സെഹാത്തി ആപ്പ് വഴി വാക്സിൻ സ്വീകരിക്കുന്നതിന് വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. ഈ വർഷത്തെ ഹജ്ജിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും സേവനങ്ങളും വിലയിരുത്താൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അടുത്തിടെ യോഗം ചേർന്നിരുന്നു.